മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം. കർമ്മയോഗം എന്ന മൂന്നാമത്തെ ഭഗവത്ഗീത അധ്യായത്തിനെ ആസ്പദമാക്കി കർമ്മം പ്രചോദനം എന്ന നാമത്തിൽ ഈ 7 ദിവസം നടക്കുന്ന പ്രഭാഷണ പരമ്പരയുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ നാം നേടേണ്ടതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടെന്നും ആ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നമ്മൾ നേടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കണമെന്നും അങ്ങനെ നാം നമ്മുടെ ജീവിത ലക്ഷ്യത്തിനോട് അടുക്കുമ്പോൾ അത് നേടുമ്പോൾ നമ്മുടെ ജീവിതം സഫലമാകുന്നു എന്ന് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. അപ്പോൾ ഭഗവത്ഗീത ഒരു ജീവിത ശാസ്ത്രമാണ്, അല്ലെങ്കിൽ ജീവിത കല നമ്മളെ പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ്. മഹാഭാരതത്തിൻ്റെ ഭീഷ്മപർവത്തിൽ വരുന്ന ഈ 18 അധ്യായങ്ങൾ ഉപനിഷത്തുകളിൽ നമ്മുടെ ഋഷിമാർ അവരുടെ സ്വന്തം അനുഭവങ്ങൾ കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ആ തത്വങ്ങളുടെ സാരമാണ്. അതുകൊണ്ട് ഭഗവത്ഗീത വേദസാരമാണ് എന്ന് പറയും. ആസന്നമായിട്ടുള്ള യുദ്ധം നേരിടേണ്ടി വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ആ യുദ്ധത്തിൽ സ്വന്തം പിതാമഹനായിട്ടുള്ള ഭീഷ്മരെയും ആചാര്യനായിട്ടുള്ള ദ്രോണരെയും നേരിട്ട് യുദ്ധം ചെയ്ത് അവരെ വധിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഘോരമായ ചിന്ത അർജുനനെ വല്ലാതെ അലട്ടിയില്ല. യുദ്ധത്തിൽ നിൽക്കുന്ന സമയത്ത് അർജുനൻ ഒരു പേരക്കുട്ടിയോ അല്ലെങ്കിൽ ഒരു ശിഷ്യനോ അല്ല, മറിച്ചൊരു യോദ്ധാവാണ്. മറുപക്ഷത്ത് നിൽക്കുന്ന ഭീഷ്മരും ദ്രോണരും അർജുനനോടും പാണ്ഡവരോടും യുദ്ധം ചെയ്ത് അവരെ വധിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. പക്ഷേ അർജുനന് അവരെ ഒരു യോദ്ധാക്കളായി കാണാൻ സാധിച്ചില്ല, മറിച്ച് ബന്ധുക്കളായി സ്വജനമായി കണ്ടു എന്നുള്ളത്. അങ്ങനെ ആ ഒരു വീക്ഷണത്തിൽ നിന്ന് ഉണ്ടായ ഈ ആശയക്കുഴപ്പം, അല്ലെങ്കിൽ എൻ്റെ ജനം, എൻ്റെ ആളുകൾ, ഞാൻ അവരെ എങ്ങനെ വധിക്കും എന്നുള്ള ഈ ചിന്തയിൽ നിന്നുണ്ടായ ആശയക്കുഴപ്പം അർജുനനെ വല്ലാതെ പിടികൂടിയിരുന്നു. ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറില്ലെന്നും യുദ്ധം എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള പല പല ന്യായങ്ങൾ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയണം ഒന്നാമത്തെ അധ്യായത്തിൽ. അത് കഴിഞ്ഞ് എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് ഒരു വിഷാദരോഗിയായി ഗാണ്ഡീവം, സ്വന്തം ആയുധം താഴെ വെച്ച് തേരിൽ അങ്ങനെ ഇരിക്കണം. ഭഗവാൻ കൃഷ്ണനോ ഇതൊക്കെ കേട്ടതിന് ശേഷം അർജുനനോട് പറയുന്നു, എങ്ങനെ ഈ ക്ലൈഭ്യം, ആണും പെണ്ണും കെട്ട അവസ്ഥ നിനക്ക് വന്നു അർജുന? നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഇത് ത്യജിക്കൂ, ഇത് കളയൂ, എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ. പക്ഷെ അർജുനൻ പ്രതീക്ഷിച്ച അതല്ല, മറിച്ച് എന്താണ്, ഭഗവാൻ കുറച്ച് സിമ്പതി കാണിക്കും. ഭഗവാൻ ഒരു സിമ്പതി ഉണ്ടായിരുന്നില്ല, എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ എന്ന്. അർജുനൻ ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ ധർമ്മസമ്മൂഢ ചേതസനായിട്ടിരിക്കുന്നു. അതായത് എനിക്ക് ധർമ്മം എന്താണെന്ന് അറിയുന്നില്ല ഭഗവാനെ, ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു, എന്നെ രക്ഷിക്കൂ. അങ്ങനെ ഭഗവാൻ നൽകുന്ന ഉപദേശം, അധ്യായത്തിൽ തുടങ്ങുന്ന ഉപദേശം 18ാമത്തെ അധ്യായം വരെ നീണ്ടുപോകുന്നു. അതിനുശേഷം ഭഗവാൻ അർജുനോട് പറയണു, ഞാൻ ഇതുവരെ പറയാനുള്ളതൊക്കെ പറഞ്ഞു, യഥേച്ഛസി തഥാ കുരു, നിനക്ക് എന്താണ് നല്ലത് തോന്നണത് അത് ചെയ്യൂ. പിന്നെ നമുക്കറിയാം, അർജുനൻ വീണ്ടെടുത്ത വീറോടുകൂടി യുദ്ധം ചെയ്യണം. അങ്ങനെ പാണ്ഡവർ ജയിക്കുന്നു. അപ്പോൾ
മൂന്നാമത്തെ അധ്യായത്തിൽ അർജുനന് എന്താ സംശയം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ, കൃഷ്ണ അങ്ങ് എന്നോട് കർമ്മം ചെയ്യാൻ പറയുന്നു, പക്ഷെ അതേ സമയത്ത് ജ്ഞാനത്തിനെ പുകഴ്ത്തി പറയുന്നു. എവിടെയാ പറഞ്ഞത്? രണ്ടാമത്തെ അധ്യായത്തില് കർമ്മയോഗവും പറഞ്ഞു, ജ്ഞാനയോഗവും പറഞ്ഞു. അല്ലെങ്കിൽ കർമ്മയോഗത്തിലൂടെ മനഃശുദ്ധി കൈവരിച്ച് ധ്യാനനിരതരായിട്ട് സ്വന്തം സ്വരൂപം തിരിച്ചറിഞ്ഞ ആ തത്വവിത്തുകളെ ഭഗവാൻ സ്ഥിതപ്രജ്ഞൻ എന്ന് വിളിച്ചു. അവരെ കണ്ടമാനം അവരെ പുകഴ്ത്തി, അവരെങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു. അർജുനന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പറഞ്ഞത്. രണ്ടാമത്തെ അധ്യായത്തിലെ അവസാനത്തെ 18 ശ്ലോകങ്ങൾ സ്ഥിതപ്രജ്ഞ ലക്ഷണം എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് ഈ ജീവിത ലക്ഷ്യത്തിലേക്ക് ഉയർന്ന, സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർന്ന മഹാത്മാക്കളെ പറ്റിയിട്ടുള്ള ഒരു വിശദീകരണമാണ്. ചിന്മയാനന്ദ സ്വാമികൾ പറയണു, ഏറ്റവും മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ് അത് നമ്മുടെ ശാസ്ത്രങ്ങളിലെ. പക്ഷെ അതിൽ മുഴുവൻ സ്വന്തം സ്വരൂപം തിരിച്ചറിഞ്ഞ, ആത്മാവിന്റെ സ്വന്തം സ്വരൂപം തിരിച്ചറിഞ്ഞ സ്ഥിതപ്രജ്ഞനെ പറ്റി വർണ്ണിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ജ്ഞാനം നേടിയിട്ടുള്ള ആളെ പറ്റി പറയുന്ന സമയത്ത് അർജുനന് തോന്നുന്നു അതാണ് ജീവിത ലക്ഷ്യം. പിന്നെ എന്തിനാ ഭഗവാൻ ഇങ്ങനെ കർമ്മം ചെയ്യാൻ പറയണത്? ഇതാണ് അർജുനന്റെ ചോദ്യത്തിന്റെ പിറകിലുള്ള ആശയം. അർജുൻ എന്താ പറയണത്? അങ്ങ് എന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നു, യു ആർ കൺഫ്യൂസിങ് മീ എന്നാണ്. ജ്ഞാനമാണ് കർമ്മത്തിനേക്കാൾ ശ്രേഷ്ഠമെങ്കിൽ എന്തിനാണ് അങ്ങ് എന്നെ കർമ്മം ചെയ്യാൻ പറയണത്? എനിക്ക് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത് അങ്ങ് നിശ്ചയിച്ച് ആലോചിച്ച് പറയൂ എന്നാണ്. അർജുനൻ ഒരു പട്ടാളക്കാരനാണ് അല്ലെ. ഓർഡേഴ്സ്, ആജ്ഞകൾ കിട്ടാനാണ് അർജുനൻ എപ്പോഴും അറിഞ്ഞിട്ടുള്ളത്. പട്ടാളക്കാരോട് എങ്ങനെയാ? മാർച്ച്, ഫാസ്റ്റ് മാർച്ച് എന്ന് പറഞ്ഞാൽ അവർ മാർച്ച് ചെയ്യും. പിന്നെ ലെഫ്റ്റ് റൈറ്റ് എന്നോ അല്ലെങ്കിൽ തിരിയാൻ പറയുന്നത് വരെ അവർ മാർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അടുത്ത ഓർഡർ കിട്ടുന്നവരെ അവർ ചെയ്തുകൊണ്ടിരിക്കും. ഭഗവാനോട് അർജുനൻ പറയണു, ഒരു കാര്യം നിശ്ചയിച്ച് പറയൂ, എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് പറയൂ. നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്? ഇതാണ് നമുക്ക് അർജുനന്റെ ചോദ്യത്തിന് മനസ്സിലാകുന്നത്. അർജുനന് സ്വന്തം മനസ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ വളരെയധികം ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അതിന് സഹായിക്കാൻ സാധിക്കുന്ന ഒരാളെ അർജുനന് മുമ്പിൽ കണ്ടിരിക്കണം. അങ്ങനെ അർജുനൻ ഭഗവാന്റെ കാൽക്കൽ ശരണാഗതി പ്രാപിക്കണം. അങ്ങനെയാണ് ഗീത സംവാദം നടക്കുന്നത്. ഭഗവാൻ എന്താ പറയണത്? ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠ പുരാ പ്രോക്ത മയാനഘ എന്നാണ്. അതായത് ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ 2 തരത്തിലുള്ള മാർഗങ്ങളുണ്ട്, നിഷ്ഠകളുണ്ട് എന്നുള്ളത് എന്നാൽ പറയപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ ഭഗവാൻ ഇവിടെ സംസാരിക്കുന്നത് ആരായിട്ടാണ്? ശ്രീകൃഷ്ണൻ, ദേവകീ പുത്രനായിട്ടുള്ള ശ്രീകൃഷ്ണനായിട്ടല്ല, ഈശ്വരനായിട്ടാണ്. 2 തരത്തിലുള്ള മാർഗങ്ങൾ, നിഷ്ഠകളുണ്ട്. യോഗികളുടെ കർമ്മയോഗവും സാഖ്യരുടെ ജ്ഞാനയോഗവും. അതായത് കോണ്ടംപ്ലേറ്റീവ് മൈൻഡ്സ്, അതായത് യുക്തിസഹമായിട്ട് ആലോചിച്ച് മനസ്സിനെ ഒരു പ്രത്യേക രീതിയിൽ കേന്ദ്രീകരിച്ച് ധ്യാനനിരതരാവാൻ സാധിക്കുന്നവരെയാണ് കോണ്ടംപ്ലേറ്റീവ് മൈൻഡിന് ഉടമകൾ എന്ന് പറയുന്നത്. അവർക്കായിട്ട് ജ്ഞാനയോഗവും, എന്നാൽ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട്, പ്രവൃത്തി നിരതരായിട്ട്, കർമ്മനിരതരായിട്ട് ഇരിക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗുണഘടനയുള്ള അവർക്കായി കർമ്മയോഗം, അല്ലെങ്കിൽ അവരുടെ കർമ്മയോഗം. ഈ 2 കർമ്മയോഗവും സാഖ്യയോഗവും എന്നാൽ പറയപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ ആക്ഷൻ ഓറിയന്റഡ് പീപ്പിൾ അവർക്ക് കർമ്മയോഗം, ഇന്റലക്ച്വൽ ഓറിയന്റഡ് കോണ്ടംപ്ലേറ്റീവ് മൈൻഡ്സ് അവർക്ക് അവരുടെ ജ്ഞാനയോഗം. അപ്പൊ ഈ 2 നിഷ്ഠകൾ എന്നാൽ പറയപ്പെട്ടിരിക്കുന്നു. ജായസി ചേത് തുടങ്ങുന്ന അർജുനന്റെ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് ഭഗവാൻ പറഞ്ഞത് ഇതാണ്. 2 തരത്തിലുള്ള നിഷ്ഠകളുണ്ട്. ഓ മയാനഘ, പാപരഹിതനായവനെ, ഈ ജ്ഞാനയോഗേന
യോഗി സാഖ്യന്മാരുടെ ജ്ഞാനയോഗവും യോഗികളുടെ കർമ്മയോഗവും അനുസരിച്ച് രണ്ട് നിഷ്ഠകളുണ്ട്. അപ്പൊ ഹിന്ദു സംസ്കാരത്തിൽ, ഹിന്ദു മതത്തിൽ നമ്മൾ പിന്നെയും യോഗങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഭക്തിയോഗം, രാജയോഗം, ഹഠയോഗം. അപ്പൊ ഒരേ ഒരു മാർഗം അല്ലെങ്കിൽ ആ മാർഗം മാത്രമേ ഉള്ളൂ ആധ്യാത്മിക സാധനയ്ക്ക് എന്ന് പറയുന്ന ഒരു മതമല്ല ഹിന്ദു മതം. മറിച്ച് ഓരോരുത്തരും അവരുടെ ടെമ്പർമെന്റ് അല്ലെങ്കിൽ ഗുണഘടനയ്ക്ക് അനുസരിച്ച്, മനസ്സിന്റെ ടെമ്പർമെന്റിനനുസരിച്ച്, അവനവന്റെ രുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ, ഏതൊരു മാർഗവും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ മതം നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പരമാത്മാവിനെ ഏത് രൂപത്തിൽ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് തന്നിട്ടുണ്ട്. There is only one God, but many forms. ഓരോരോ സമയങ്ങളിൽ എടുത്തിട്ടുള്ള അവതാരങ്ങൾ, ഈ അവതാരങ്ങൾ എന്തിനു വേണ്ടി ഇവിടെ വന്നിരിക്കണു എന്നുള്ള കഥകളൊക്കെ നമുക്കറിയാം. അപ്പൊ ഏതൊരു രൂപത്തിലാണോ ആരാധിക്കാൻ എനിക്കിഷ്ടം, ആ രൂപത്തിലൂടെ ഞാൻ ആരാധിച്ച് എനിക്ക് എൻ്റെ സാക്ഷാത്കാരത്തിൽ എത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ മതം നമുക്ക് തന്നിട്ടുണ്ട്. ദിസ് ഈസ് എ ഫ്രീഡം ഗിവൺ ടു അസ്. അതുപോലെ ഏത് ശാസ്ത്രമായിക്കോട്ടെ, ഈ ജീവിത ലക്ഷ്യം നേടുന്നതിനുള്ള മാർഗം നമ്മുടെ ശാസ്ത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? ഏത് ശാസ്ത്രമായിക്കോട്ടെ, പുരാണമാണെങ്കിൽ പുരാണം, അല്ലെങ്കിൽ ഉപനിഷത്താണെങ്കിൽ അത്, ഭഗവത്ഗീതയാണെങ്കിൽ അത്, ഏത് ശാസ്ത്രമാണ് എന്നുണ്ടെങ്കിലും അത് പഠിച്ച് അതിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഈ പറയുന്ന ജീവിത ലക്ഷ്യത്തിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഒരു മാർഗം, ഒരു ദൈവം, ഒരു പുസ്തകം എന്നല്ല, പല മാർഗം, ഒരേ ഈശ്വരനെ പല രൂപത്തിൽ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഏതു ശാസ്ത്രത്തിൽ നിന്നാണ് എന്നുണ്ടെങ്കിലും പഠിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഹിന്ദുക്കൾക്ക് ഉണ്ട്. പലരും പറയും ഹിന്ദുയിസം ഇസ് എ വേ ഓഫ് ലൈഫ്, ഇറ്റ്സ് നോട്ട് എ റിലീജിയൻ എന്ന് പറയും. ഇതൊരു മതമല്ല, മറിച്ചൊരു ജീവിത രീതിയാണ് എന്ന് പറയും. അപ്പോ ഏതൊക്കെയാണോ മതം അത് ജീവിത രീതി അല്ലാതാകോ? മറ്റുള്ള മതങ്ങളൊക്കെ ജീവിത രീതി അല്ലേ? അപ്പൊ ഹിന്ദുയിസം ഈസ് ഓൺലി എ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ശരിയല്ല. ഹിന്ദുയിസം ഒരു മതമാണ്. ഒരു മതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവിത വീക്ഷണം ഉണ്ട്. ആ ജീവിത വീക്ഷണത്തിനെ അനുസരിച്ച് ഒരു ജീവിത രീതി ഉണ്ട്. There is a vision of life and there is a way of life. നമ്മളൊരു കോർപ്പറേറ്റ് ഒരു കമ്പനിയിൽ ജോലിക്ക് ചെന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ ആദ്യം അതിന്റെ വിഷൻ എന്താന്ന് പഠിപ്പിക്കും, പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കും, പിന്നെ അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. അപ്പൊ ജീവിതത്തിന് എങ്ങനെ നോക്കി കാണണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള അറിവ്, ഒരു വീക്ഷണം നമുക്ക് ശാസ്ത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. അതൊരു ജീവിത പദ്ധതിയായിട്ട് മാറുന്ന സമയത്ത് അതൊരു വേ ഓഫ് ലൈഫ് ആകുന്നു. ഇത് രണ്ടും കൂടിച്ചേർന്നാണ് മതം. അപ്പൊ ഹിന്ദുക്കൾക്ക് വേ ഓഫ് ലൈഫാണ്, ഇതൊരു ജീവിത രീതിയാണ്, മതമല്ല എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ ഈ ഹിന്ദു മതത്തിൽ ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, രാജയോഗം, ഇതെല്ലാം നമ്മളെ ഒരേ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന പല മാർഗങ്ങളാണ്. എന്താ ഇങ്ങനെ വ്യത്യസ്തത വരാൻ കാരണം? നമ്മളുടെ ടെമ്പർമെന്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് മാർഗം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഭഗവാൻ പറയണു അടുത്ത ശ്ലോകത്തില്, 4-ാമത്തെ ശ്ലോകത്തിൽ പറയണു, ന കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ നച്ച സന്യസനാദേവ സിദ്ധിം സമതി ഗച്ഛതി. അതായത് കർമ്മങ്ങളൊന്നും ചെയ്യാൻ തുടങ്ങുന്നില്ല എന്നതുകൊണ്ട് മനുഷ്യൻ ഒരിക്കലും നൈഷ്കർമ്മത്തെ പ്രാപിക്കുന്നില്ല. എന്താണ് നൈഷ്കർമ്മ്യം? നേരത്തെ പറഞ്ഞ ജീവിത ലക്ഷ്യം ഉണ്ടല്ലോ, പരിപൂർണമായിട്ടുള്ള ആനന്ദവും ശാന്തിയും, ഒരിക്കലും മായാത്ത അല്ലെങ്കിൽ മറയാത്ത ആനന്ദത്തിന്റെ ഉടമകളാണ് നാം. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിനെയാണ് നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത്. ഇതെവിടെയാണ്? നമ്മുടെ ഉള്ളിൽ ഉള്ള നമ്മുടെ സ്വരൂപമാണ്, നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയർത്തണം എന്നുണ്ടെങ്കിൽ കർമ്മങ്ങളൊന്നും
ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആരംഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്കൊരിക്കലും ഈ നൈഷ്കർമ്മ്യം എന്ന ജീവിത ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല. പിന്നെന്താ പറയണത്? നച്ച സന്യാസനാദേവ, ഞാൻ എല്ലാം ത്യജിച്ച്, എല്ലാ കടമകളും ത്യജിച്ച് പോയി സന്യാസം എടുക്കണു, അതുകൊണ്ടും ഈ നൈഷ്കർമ്മ്യം കിട്ടാൻ പോണില്ല. സിദ്ധിം സമതി ഗച്ഛതി, ഇതുകൊണ്ട് ഈ സിദ്ധിയെ നമുക്ക് പ്രാപിക്കുന്നില്ല എന്നാണ്. അപ്പോ നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ നിഷ്കർമ്മ ഭാവമാണ്. ഇംഗ്ലീഷിൽ ആക്ഷൻലെസ്നെസ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ ആക്ഷൻ എന്താണ്, കർമ്മം എന്താണ് ആദ്യം നോക്കണം. അല്ലെ, ഇത് എവിടെ നിന്നാണ് ഈ കർമ്മം വരുന്നത് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ കർമ്മങ്ങൾക്കൊക്കെ മുന്നോടിയായിട്ട്, പ്രവർത്തികൾക്കൊക്കെ മുന്നോടിയായിട്ട് എന്തുണ്ട്? ചിന്തകളുണ്ട് നമ്മുടെ മനസ്സിൽ. ആ ചിന്തകൾ ഒരു ആഗ്രഹത്തിന്റെ ഒരു തലത്തിൽ നിന്ന്, അല്ലെങ്കിൽ അതിനുശേഷമാണ് മനസ്സിൽ ചിന്തകൾ രൂപീകരിക്കപ്പെടുന്നത്. അല്ലെ, ഇപ്പൊ നമുക്ക് ഈ ഒരു സത്സംഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം ഉണ്ടായി. അത് ആഗ്രഹം വന്ന ഉടനെ അത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എവിടെയാണ്, അതൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നു. അതിനുശേഷം പ്രവൃത്തി എന്താണ്? ഈ സത്സംഗത്തിൽ പങ്കെടുക്കുക എന്നുള്ള പ്രവൃത്തിയാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊക്കെ വന്നത് എവിടെ നിന്നാണ്? ഒരു ആഗ്രഹം. പക്ഷെ ആ ആഗ്രഹം എവിടെ നിന്നാണ് വരണത്? നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ ഉള്ളിലുള്ള വാസനകളിൽ നിന്നാണ് വരുന്നത് എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. വാസനകൾ എവിടെയാണ്? നമ്മുടെ അബോധ മനസ്സിലാണ്, കാരണ ശരീരത്തിലാണ്, മനസ്സിന്റെ അടിത്തട്ടിലാണ്. ഇത് നമുക്ക് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അബോധ മനസ്സ് എന്ന് പറയുന്നത്. ഇത് ബുദ്ധിയിൽ ആഗ്രഹങ്ങളായിട്ട് പ്രകടീകൃതമാവുമ്പോഴാണ് നമുക്കിത് അറിയാൻ സാധിക്കുന്നത്. മനസ്സിൽ ചിന്തകളായിട്ട് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ ഇത്രയും തോട്ട്സ് വന്നിരിക്കുന്നു എന്ന് അറിയണത്. അതിനുശേഷം നമ്മൾ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. അപ്പൊ ഈ വാസനകൾ ഉണ്ടായത് എവിടെ നിന്നാണ്? അത് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക മനോഭാവത്തിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എനിക്ക് വേണം എന്നുള്ളൊരു മനോഭാവത്തിൽ കർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു വാസന, ഒരു സംസ്കാരം രൂപപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം അത് അത്ര ഉറച്ചതല്ല, പക്ഷെ ആ ഒരു പ്രത്യേക തരത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും കർമ്മം ചെയ്യുന്ന സമയത്ത് ആ സംസ്കാരം ഉറച്ച് ഒരു വാസനയായി മാറുന്ന, അതൊരു തോട്ട് ചാനലാവുന്ന, ആ വാസനയിൽ നിന്ന് ആഗ്രഹങ്ങളും ചിന്തകളും അത് നമ്മളെ പ്രവൃത്തിയിലേക്കും നയിച്ചുകൊണ്ടിരിക്കും. ചിന്മയാനന്ദ സ്വാമിജികളുടെ 100ാമത് ജന്മവാർഷികമായിട്ട് ബന്ധപ്പെട്ട് ചിന്മയ ജ്യോതി യാത്ര എന്നൊരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഭാരതത്തിലുടനീളം സഞ്ചരിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. എൻ്റെ കൂടെ ഒരു 10ഓളം ചെറുപ്പക്കാരുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും സ്വീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവരവിടെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണത്തിനുള്ള സൗകര്യവും തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൊക്കെ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവരാണ്. കുറച്ചുപേര് കേരളത്തിൽ നിന്നും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ മലപ്പുറത്ത് ഒരു ക്ഷേത്രത്തിലെത്തിയപ്പോൾ അവർ അവിടെ നമ്മൾക്ക് ഭക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിലാണ്. അപ്പൊ ഞങ്ങൾ സ്വീകരണമൊക്കെ കഴിഞ്ഞ് ഭക്ഷിക്കാൻ വേണ്ടി ഊട്ടുപുരയിലെത്തിയപ്പോൾ അവിടുത്തെ തിരുമേനി പറഞ്ഞു, ഞങ്ങൾ എല്ലാട്ടും ഉണ്ടാക്കിയതെല്ലാം, പായസവും സദ്യയും ഒക്കെ ഉണ്ടാക്കിയിരിക്കണു, കഴിച്ചോളൂ എന്ന് പറഞ്ഞ് എല്ലാം കിട്ടും. അപ്പൊ ഞാൻ ഊണ് കഴിക്കാനിരുന്നു. എൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്ത് ബംഗാളിൽ നിന്നുള്ള ആളുണ്ട്, അയാളും ഇരിക്കുന്നുണ്ട്. അപ്പൊ അയാള് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് മലയാളത്തിലെ, നമ്മുടെ കേരളത്തിലെ സദ്യ. ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഊണ് അവസാനിക്കാറായപ്പോ പായസം കൊണ്ടൊരാൾ വന്നു. അപ്പൊ ഇതിങ്ങനെ പഴപ്രഥമനാണ്, ഇങ്ങനെ കറുത്ത് ഇരുണ്ടിരിക്കുകയാണ്. അപ്പൊ ഇയാൾ എന്നെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇൻ ദ ഗ്ലാസ്, ഞാൻ പറഞ്ഞു ഇൻ ദ ഗ്ലാസ്സിലല്ല ഇലയിൽ വാങ്ങുന്നു. അപ്പൊ അയാൾ ഇങ്ങനെ ഇലയിൽ ഒഴിച്ചു. ഞാനത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളത് കൈ ഇങ്ങനെ കുമ്പിളൊക്കെ കുത്തി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കേണ്ടത് കാണിച്ചു കൊടുത്തു. ഇയാൾ അതുപോലെ പായസമൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കാൻ നോക്കുമ്പോൾ കുറച്ചിങ്ങനെ കയ്യിൽ കൂടെ ഒഴുകുന്നുണ്ട്, കുറച്ച് കീശയിൽ പോകുന്നുണ്ട്, കുറച്ച് വായിൽ പോകുന്നു. പക്ഷെ ഇത് നാക്കിൽ തട്ടിയപ്പോ അയാൾ എന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി, പറഞ്ഞു കൊള്ളാലോ, ഗംഭീരായിരിക്കണം, നല്ല ടേസ്റ്റ്. അപ്പൊ അയാൾക്കത് ഇഷ്ടപ്പെട്ടു, ആസ്വദിച്ച് കുടിച്ചു. അങ്ങനെ ആ സ്വീകരണമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു 4-5 മാസം കഴിഞ്ഞ് ഈ യാത്ര ഡൽഹിയിലെത്തിയപ്പോൾ അവിടെ ഒരു മലയാളി വീട്ടിലാണ് നമുക്ക് ഭക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്.
അപ്പൊ ഇയാള് മലയാളിയാണെന്ന് അറിഞ്ഞ ഉടനെ ഈ എന്റെ ഈ സുഹൃത്ത്, പശ്ചിമ ബംഗാളിൽ നിന്നുള്ള സുഹൃത്ത്, അയാൾ ചോദിക്കുകയാണ്, പഴപ്രഥമൻ വിലേക? അപ്പൊ പഴപ്രഥമന്റെ ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം എവിടെന്നാ വന്നത്? അന്ന് കഴിച്ചത് മനസ്സിൽ ഒരു വാസനയായിട്ട് കിടക്കുന്നുണ്ട്, ചിത്തത്തിൽ ഒരു വാസനയായി കിടക്കുന്നുണ്ട്. അതാണ് ഒരു ആഗ്രഹമായിട്ടും ഒരു ചോദ്യമായിട്ടും പുറത്തു വന്നത്. അവസാനം ആ വീട്ടുകാരൻ പഴപ്രഥമൻ ഉണ്ടാക്കി കൊടുത്തു, ഇയാൾ കുടിക്കുകയും ചെയ്തു. പക്ഷെ പഴപ്രഥമൻ കുടിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ആ ഒരു വാസന മോശമായിട്ടുള്ളൊരു വാസനയല്ല. പക്ഷെ വേറെ എന്തെങ്കിലുമാണ് കുടിക്കണമെന്നുണ്ടെങ്കിലോ അത് ചിലപ്പോൾ പ്രശ്നമാണ്. അപ്പൊ നല്ല വാസനകളും ഉണ്ട്, ദുഷിച്ച വാസനകളും ഉണ്ട്. അപ്പൊ ഈ ലോകം, നമ്മൾ കാണുന്ന ലോകം മുഴുവൻ എന്താണ്? എല്ലാവരുടെയും വാസനകളുടെ ആവിഷ്കാരമാണ്. ആഗ്രഹങ്ങളിൽ കൂടിയും ചിന്തകളിൽ കൂടിയുമാണ് ഇതൊക്കെ ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നത്, അല്ലെ? ഒരാൾക്ക് ആശുപത്രി കെട്ടണം എന്നുള്ള ആഗ്രഹം, വേറൊരാൾക്ക് എന്താണ്? ഒരു ഒരു വീടുണ്ടാക്കണം എന്നുള്ളതാണ്, വേറൊരാൾക്ക് ഒരു വണ്ടി വാങ്ങിക്കണം എന്നാണ്, ഒരാൾക്ക് ഒരു ഉദ്യോഗസ്ഥനാവണം എന്നാണ്, മറ്റൊരാൾക്ക് പരീക്ഷ പാസ്സാവണം എന്നാണ്. അപ്പൊ ഈ വാസനകൾ ആഗ്രഹങ്ങളായിട്ട് ആവിഷ്കാരം നേടുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ ഈ വാസനകൾ നമ്മുടെ മനസ്സിനെ വളരെയധികം പ്രക്ഷുബ്ധമാക്കുന്നു, അജിറ്റേറ്റഡ് ആക്കണം എന്ന് വിചാരിക്കും. അത്തരം വാസനകൾ നമ്മൾ പറയും ദുഷിച്ച വാസനകളാണ്, മോശം വാസനകളാണ്. ഏത് തരത്തിലുള്ള വാസനകളാണോ നമ്മളുടെ ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്, ലോകത്തിന്റെ സമാധാനത്തിനും മറ്റുള്ളവരുടെ സമാധാനത്തിനും എതിരായിട്ട് നിൽക്കുന്നത്, അതൊക്കെ മോശം വാസനകളാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഈ വാസനകളെ ആദ്യം ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെ ശുദ്ധീകരിച്ചതിന് ശേഷം മനസ്സ് ശാന്തമാവുന്ന സമയത്ത് ആ ശാന്തമായിട്ടുള്ള മനസ്സിലാണ് നമ്മൾ ഈ നൈഷ്കർമ്മ്യം, ആക്ഷൻലെസ്നെസ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്താൻ പറ്റാതെ. കാരണം അങ്ങനെ ശാന്തമായി നിൽക്കുന്ന മനസ്സ്, വാസനകളില്ലാത്ത മനസ്സിൽ, ആഗ്രഹങ്ങളില്ലാത്ത മനസ്സിൽ, ചിന്തകളില്ലാത്ത മനസ്സിൽ ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല എന്നാണ്. അതുകൊണ്ടാണ് ആക്ഷൻലെസ്നെസ് എന്ന് പറയുന്നത്, കർമ്മരാഹിത്യം എന്നാണ്. എനിക്ക്, എൻ്റെ എന്നുള്ള ഒരു ചിന്തയും ആ മനസ്സിലില്ലാത്തത് കൊണ്ട് ആ അവസ്ഥയെ നമ്മൾ ആക്ഷൻലെസ്നെസ് എന്ന് പറയും. അതെന്തുകൊണ്ടാണ്? തോട്ട്ലെസ്നെസ് കൊണ്ടാണ്. അതെന്തുകൊണ്ടാണ്? ഡിസയർലെസ്നെസ് കൊണ്ടാണ്, ആഗ്രഹങ്ങളില്ലാത്തത് കൊണ്ടാണ്. ആഗ്രഹങ്ങൾ എന്താ ഇല്ലാത്തത്? വാസനകളില്ലാത്തത് കൊണ്ടാണ്. അപ്പോ മനസ്സ് ശാന്തമാകുന്ന സമയത്ത്, പരിപൂർണ സന്തോഷം അനുഭവിക്കുന്ന സമയത്ത് വേറെ ഒന്നും ഇനി നേടാൻ എനിക്കില്ല, ഞാൻ എല്ലാം നേടിയിരിക്കുന്നു, എൻ്റെ മനസ്സിൽ പൂർണ്ണ തൃപ്തി വന്നിരിക്കുന്നു എന്നുള്ള ആ അവസ്ഥയാണ് നൈഷ്കർമ്മ്യം. അതിലെത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം കർമ്മം ചെയ്ത് മനസ്സ് ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ട്, വാസനകളെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നൈഷ്കർമ്മ്യത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള മഹാന്മാർ ഒട്ടനവധി ഉണ്ടായിരുന്നു ഭാരതത്തിൽ, ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ പിന്നെ എന്തിനാ കർമ്മം ചെയ്തത്? അവരൊക്കെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നെ കർമ്മം ചെയ്തത്, അവരുടെ വാസനകളിൽ കൂടിയല്ല. അവർക്ക് സ്വാർത്ഥമായിട്ട് ഒരു വാസനകളും ആഗ്രഹങ്ങളും ഇല്ല, പക്ഷെ ലോകക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് അവര് പ്രവർത്തിച്ചത് എന്നാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യമെങ്കിൽ കർമ്മം ഈ ഒരു ജീവിത ലക്ഷ്യത്തിലേക്ക് ഉയരാനുള്ള മാർഗമായി തീരുന്നു, അല്ലെ? എങ്ങനെ? ഒരു പ്രത്യേക മനോഭാവത്തിൽ കർമ്മയോഗം അനുഷ്ഠിക്കുന്ന സമയത്ത്, കർമ്മയോഗമാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വാസന മാലിന്യങ്ങളെ ഇല്ലാതാക്കുന്നു. അതെങ്ങനെയാ ഇല്ലാതാക്കണത്? നമ്മൾ പ്രചോദനാത്മകമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടൊരു ആക്ഷൻ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഉള്ളിലുള്ള വാസനകളെ എലിമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സോസ്റ്റ് ചെയ്യുന്നു എന്നാണ്, അതായത് ഇല്ലാതാക്കുന്നു. കാരണം എന്താ? നമ്മൾ എപ്പോഴാണോ നമ്മളുടെ ഈ ഈഗോ അല്ലെങ്കിൽ എൻ്റെ അഹങ്കാരം, മമത, ഈ ഒരു തലത്തിൽ നിന്ന് ഒരു ഉയർന്ന തലത്തിലേക്ക് എന്നെ ഉയർത്തുന്നത്, ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ശുദ്ധീകരണം നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ജനാലയിൽ പൊടി പിടിച്ചിരിക്കണമെന്ന് വിചാരിക്കും, അപ്പുറത്തുള്ളത് ഒന്നും കാണാൻ സാധിക്കില്ല, അല്ലെ? നമ്മളൊരു തുണി എടുത്ത് അതിനെ വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിലോ നമ്മുടെ മനസ്സ് തെളിഞ്ഞു വരും. അതുപോലെ കർമ്മയോഗം അനുഷ്ഠിക്കുന്ന സമയത്ത്, സേവനം ചെയ്യുന്ന സമയത്ത്, ഭഗവാന് വേണ്ടി ഈ കർമ്മങ്ങൾ അർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ശുദ്ധമാവും എന്നാണ്.
ആ ശുദ്ധമായിട്ടുള്ള മനസ്സിലാണ് സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്നത്. അപ്പോൾ ഭഗവാൻ ഇത്രയും പറഞ്ഞിട്ട് ഈ ഒരു മനോഭാവം അല്ലെങ്കിൽ ഈ ഒരു കർമ്മയോഗം ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഈ 3-ാമത്തെ അധ്യായം അർജുനനോട് പറയണത്. ഒരു കാര്യം കൂടി എന്താ പറയാനുള്ളത് എന്നുണ്ടെങ്കിൽ, ഈ വാസനകൾ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സ്വരൂപത്തെ, നമ്മുടെ ആത്മാവിനെ, ഈ നൈഷ്കർമ്മ്യത്തെ ഒരു മറയായിട്ടിരിക്കണു. അതായത് ഏതൊന്നാണോ നമ്മളുടെ ആത്മാവിനെ മറയ്ക്കുന്നത് അത് വാസനകളാണ്. അതുകൊണ്ട് ഇതിനെ ഇഗ്നോറൻസ് എന്ന് പറയും, അല്ലെങ്കിൽ അജ്ഞത, അവിദ്യ ഒക്കെ നമ്മൾ പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ പദങ്ങളൊക്കെ. മായ അല്ലെ, സമഷ്ടി ടോട്ടാലിറ്റി യുടെ സ്റ്റാൻഡ് പോയിന്റിൽ നോക്കുന്ന സമയത്ത് മായ എന്ന് പറയുന്നു. വ്യക്തിയുടെ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് അവിദ്യ, ഇഗ്നോറൻസ് എന്ന് പറയുന്നു. ഭഗവത്ഗീത തന്നെ പറയണു, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈ ഈശ്വരൻ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്? ഈ വാസനകൾ ഉള്ളത് കൊണ്ടാണ്, മനസ്സ് ശാന്തമാകാത്തത് കൊണ്ടാണ്. ഒരു തോട്ട് കർട്ടൻ ഉണ്ട്. ആ തോട്ട് കർട്ടൻ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭഗവാനെ തിരിച്ചറിയാൻ പറ്റുന്നതാണ്. പക്ഷെ അത്ര എളുപ്പത്തിൽ സാധിക്കുമോ? സാധിക്കും. എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കർമ്മയോഗം ചെയ്യാണ് എന്നുണ്ടെങ്കിൽ. ഇങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ പറയുന്നു അടുത്ത ശ്ലോകത്തില്, നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടത്യ കർമ്മകൃത്. ആർക്കും ഒരിക്കലും ഒരു ക്ഷണനേരം പോലും കർമ്മം ചെയ്യാതെ ഇരിക്കാൻ സാധിക്കില്ല എന്നാണ്. എന്തുകൊണ്ടെന്നാൽ കാര്യതേ ഹവശ കർമ്മ സർവപ്രകൃതി ജയർഗുണൈ. നമ്മുടെ പ്രകൃതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഗുണങ്ങൾ, ഈ ഗുണങ്ങളാൽ എല്ലാവരും അവശരായി കർമ്മം ചെയ്യുന്നു. പ്രകൃതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം 3 ഗുണങ്ങളുണ്ട്. ഈ ഗുണങ്ങളാണ് എല്ലാ ചിന്തകളും. ഈ സാത്വികവും രാജസികവും താമസികവുമായിട്ടാണ് ഈ എല്ലാ വാസനകളും ആഗ്രഹങ്ങളും ഗുണങ്ങളും ഉള്ളത്. സാത്വികം എന്ന് പറഞ്ഞാൽ എന്താണ്? സാത്വിക ഗുണമുള്ള ആളുകൾ എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ സാത്വികമായ മനസ്സ് എങ്ങനെയായിരിക്കും? ശാന്തമായിരിക്കും. എന്താണോ ചെയ്യേണ്ടത്, ഒരു സന്ദർഭത്തിൽ എന്താണോ ചെയ്യേണ്ടത്, ഏറ്റവും ഭംഗിയായിട്ടും അവനവനും മറ്റുള്ളവർക്കും ശ്രേയസ്കരമായിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് അറിഞ്ഞു ചെയ്യുന്നതാണ് ഒരു സാത്വിക മനസ്സ്. അവനവന്റെ ആവശ്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് സ്വാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു മനസ്സാണ് രാജസിക മനസ്സ്. റിയാക്റ്റീവ് പീപ്പിൾ ആണ്. ആദ്യത്തെയോ പ്രോ ആക്റ്റീവ് ആണ് സാത്വികന്മാര്. ഇവര് റിയാക്റ്റീവ്സ് ആണ്. അഹങ്കാരം, പിന്നെന്താണ്, കാമം, ക്രോധം, ലോഭം, ഇതിനൊക്കെ ഉടമകളാണ്. 3-ാമത്തെ എങ്ങനെയാണ്? അലസന്മാരാണ്, ലെത്താർജിയാണ്, കെയർലെസ്നെസ് ആണ്. അത് താമസികന്മാരാണ്, ഇനാക്റ്റീവ് പീപ്പിൾ ആണ്. അവരെ കൊണ്ട് അവരൊന്നും ചെയ്യില്ല. രാവണന്റെയും വിഭീഷണന്റെയും കുംഭകർണന്റെയും ടെമ്പർമെന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കുംഭകർണൻ 6 മാസം ഉറക്കത്തിലാണ്, പിന്നെ 6 മാസം ഭക്ഷിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നു. താമസികനാണ്. അവനവന്റെ ഇന്ദ്രിയ സുഖങ്ങൾക്കായിട്ട് പ്രവർത്തിച്ചിരുന്ന രാവണനും, അല്ലെങ്കിൽ ഇത്രയും അധികം സ്ത്രീകളെ സ്വന്തം അന്തപുരത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച് അവസാനം സീതാദേവിയെയും കൊണ്ടുവന്ന് പാർപ്പിച്ചിട്ടുള്ള ഈ രാവണൻ രാജസികനാണ്. പക്ഷെ രാവണ സഹോദരനായിട്ടുള്ള വിഭീഷണൻ സാത്വികനാണ്. കാരണം വിഭീഷണന് ശ്രീരാമൻ ആരാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഭഗവാന്റെ പാദങ്ങളിൽ ശരണാഗതി പ്രാപിക്കാനുള്ള സന്നദ്ധത ഉണ്ടായിരുന്നു. ഒരേ കുടുംബത്തിലെ 3 പേരാണ്. അപ്പോ ഈ പ്രകൃതി ഗുണങ്ങളാൽ, അതായത് സത്വ രജസ് തമോ ഗുണങ്ങളാൽ പ്രേരിപ്പിക്കപ്പെട്ട് നമ്മൾ അവശ്യരായിട്ട് കർമ്മം ചെയ്തു പോകുന്നു. രാജസിക ഗുണമുണ്ടെങ്കിലോ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ്? ആ ഗുണം നമ്മുടെ ഉള്ളിൽ നിന്ന് ക്രോധം കൊണ്ടുവരും. അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ആ ആങ്കർ വിൽ കം ഔട്ട്. ആർക്കും ഒരു ക്ഷണനേരം പോലും പ്രവൃത്തി ചെയ്യാതെ ഇരിക്കാൻ സാധിക്കില്ല എന്ന് പറയും.
നമ്മുടെ ഉള്ളിൽ എത്ര ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ് നടക്കുന്നത്. നമ്മളൊന്നും ചെയ്യാതെ പക്ഷെ നടന്നുകൊണ്ടിരിക്കുന്ന എത്ര എത്ര പ്രവർത്തനങ്ങളാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മാത്രം നടക്കുന്നത്. ഓരോ ആറ്റത്തിൻ്റെ ഉള്ളിലെയും ഇലക്ട്രോണുകൾ ചുറ്റുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ അതൊരു അണുവിൻ്റെ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ ഭക്ഷണം ദഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിൽ എത്ര പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പൊ ഒരാൾക്കും ഒരു ക്ഷണനേരം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല അർജുന. പക്ഷെ നീ ഇപ്പോ കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഒരിക്കൽ ചിന്മയാനന്ദ സ്വാമികള് ഒരു കോളേജില് ഒരു ഫംഗ്ഷൻ ഉദ്ഘാടനത്തിന് വേണ്ടി പോയപ്പോൾ ആ ഓഡിറ്റോറിയത്തിന്റെ മുകളിലുള്ള വിൻഡോസ്, ജനാലുകളൊക്കെ കുട്ടികൾ എറിഞ്ഞുടച്ചിരിക്കണമെന്നാണ്. അപ്പൊ സ്വാമിജി പ്രഭാഷണത്തിന് കയറിയപ്പോൾ ഈ ചില്ലുകളൊക്കെ കണ്ടിട്ട് പറഞ്ഞത്രേ, ഈ ചില്ലുകളൊക്കെ കണ്ടിട്ട് പറഞ്ഞത്രേ, ഉടഞ്ഞിരിക്കുന്ന ചില്ലുകൾ, ഇതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. യു ഹാവ് ഓൾ എനർജി, നിങ്ങളൊക്കെ ഊർജ്ജസ്വലരാണ്. പക്ഷെ ഈ ഊർജം ഒരു ശരിയായ രീതിയിൽ തിരിച്ചുവിടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ടു ചാനലൈസ് ദിസ് എനർജി in a towards a goal which is good for the society is my responsibility. അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ ഈ പ്രകൃതി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഊർജമുണ്ട്. നമ്മൾ കർമ്മം ചെയ്യാൻ അവശരായിട്ട് കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെട്ടവരാകി മാറും. പക്ഷെ ഇതിനൊരു ദിശ കൊടുക്കുന്ന സമയത്ത്, ഇതിനൊരു ഡയറക്ഷൻ കൊടുക്കുന്ന സമയത്ത്, അത് കർമ്മയോഗമാകുന്ന സമയത്ത് അത് നമ്മളുടെ ആധ്യാത്മിക പുരോഗതിക്ക് ഉതകുന്നതാണ്. അല്ലെ, നമുക്ക് ഒന്നും ചെയ്യാണ്ട് എത്ര സമയം നമുക്ക് ഇരിക്കാൻ പറ്റുക? അതിന് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന്റെ കാര്യങ്ങൾ പോലും നമുക്ക് നോക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. അപ്പോ നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠതി അകർമ്മകൃത്, ഒരു ക്ഷണ മാത്ര പോലും ആർക്കും ഒന്നും ചെയ്യാതിരിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ നമുക്ക് ചെയ്യേണ്ടത്? നമ്മളുടെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾക്ക് ശരിയായൊരു ദിശ കൊടുത്ത് നമുക്ക് വേണ്ടത് എന്താണോ അത് നേടിയെടുക്കുക. അങ്ങനെ നേടിയെടുക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് ഉയരുക എന്നുള്ളതാണ് ഗീതാശാസ്ത്രം പറയുന്നത്. എല്ലാവരോടും യുദ്ധം ചെയ്യാൻ പറയുന്നില്ല. നമ്മുടെ ഉള്ളിലൊക്കെ ഓരോ തരത്തിലുള്ള വാസനകളുണ്ട്. ഒരാൾക്ക് ടീച്ചർ ആവാനായിരിക്കാം, മറ്റൊരാൾക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാനായിരിക്കാം, വേറൊരാൾക്ക് ബിസിനസ് ചെയ്യാനായിരിക്കാം. ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ വാസനകളാണ്. പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് കർമ്മയോഗമായി അനുഷ്ഠിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സന്തോഷവും ശാന്തിയും ഉണ്ടാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം ഇവിടെ ചുരുക്കുന്നു. പറഞ്ഞതെല്ലാം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കണം. എല്ലാവരുടെയും ആരോഗ്യത്തിനും ശാന്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാന്തി മന്ത്രം ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.